നമ്മൾ ബിന്ദുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അലി, ഗുഡ് മോർണിംഗ് അലി. അവിടെ സങ്കടകരമായ കാഴ്ചകളായിരിക്കും. നമ്മൾ ഇന്നലെ അർജുൻ മട്ടന്നൂർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും ആശങ്കപ്പെടുത്തുന്ന, നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് കണ്ടത്. ബിന്ദുവിൻ്റെ അമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ബിന്ദുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. ആകെ ദുഃഖസാന്ദ്രമായൊരു അന്തരീക്ഷമായിരിക്കും. എപ്പോഴാണ് ബന്ധുക്കൾ ഈ ഇവിടേക്ക് വരിക? മുട്ടുചിറ ആശുപത്രിയിൽ വന്ന് ഈ മൃതദേഹം ഏറ്റെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുക. സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എപ്പോഴത്തേക്കാണ് അലി അക്ബർ ഷാ? ശരിക്കും പറഞ്ഞാൽ ആ വീടിൻ്റെ എല്ലാം ആയിരുന്നു അല്ലേ ബിന്ദു? അരുൺകുമാർ, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് ഉമ്മാകുന്നിലുള്ള ബിന്ദുവിൻ്റെ വീടിൻ്റെ പരിസരത്താണ്. രാവിലെ തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു, ആളുകളോട് സംസാരിച്ചിരുന്നു. വല്ലാത്ത വേദന തന്നെയാണ് ഈ പ്രദേശത്തെ ആകെ സംബന്ധിച്ചിടത്തോളം. കാരണം ജനങ്ങളുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ആളാണ് ബിന്ദു. അതിനപ്പുറത്തേക്ക് 5 പേരടങ്ങുന്ന ആ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ബിന്ദു എന്നുള്ളതാണ്. ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ ജോലിയായിരുന്നു ബിന്ദുവിൻ്റെ വരുമാന മാർഗം. ആ തുച്ഛമായ വരുമാന മാർഗം വെച്ച് ഈ 2 മക്കളുടെ പഠനം ഉൾപ്പെടെയുള്ള ചെലവുകൾ ബിന്ദു വഹിച്ചിരുന്നു. ഇപ്പോഴത്തെ ബിന്ദു കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന വീട്ടുവളപ്പിൽ ബിന്ദുവിനെ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. താഴെ കാണുന്ന പണിതീരാത്തൊരു വീട് ഇന്നലെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഭർത്താവായിട്ടുള്ള വിശ്രുതന് കഴിഞ്ഞ 5 വർഷമായി ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഈ കാലയളവിൽ ഈ കുടുംബത്തിൻ്റെ ഏക അത്താണി, ഏക വരുമാനം എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റൈൽ സ്ഥാപനത്തിൽ നിന്നും ജോലി ചെയ്ത് ബിന്ദു സമ്പാദിക്കുന്ന തുച്ഛമായ വരുമാനം മാത്രമായിരുന്നു. സ്വാഭാവികമായും നടുന്തൂണാണ് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ട നാട്ടുകാരിയെയാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്നത്. ആ വീട്ടിലാകെ വല്ലാത്ത വേദന തളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ കുടുംബം അവർ വല്ലാത്ത വേദനയിലാണ്. കാരണം ആ 2 മക്കളുടെ പഠന ചിലവിന് വേണ്ടി വലിയ രീതിയിലുള്ള ലോൺ എടുത്ത് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ അനുഭവിക്കുകയായിരുന്നു ബിന്ദു. അതെല്ലാം ഈ തുച്ഛമായ വരുമാനത്തിലൂടെയായിരുന്നു ബിന്ദു വീട്ടിയിരുന്നത്. സ്വാഭാവികമായും അതെല്ലാമാണ് നഷ്ടമാകുന്നത്. പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയാണെങ്കിൽ, ആശുപത്രിയിലെ അപകടത്തിൽ ഒരു ബൈസ്റ്റാൻഡർ ആണെങ്കിൽ, ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വീടിനോട് തൊട്ട് ചേർന്ന് ഈ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ ബിന്ദുവിന്റെ പൊതു ദർശനത്തിന് വേണ്ടിയുള്ള സ്ഥലമായ കാഴ്ചയാണ്. വീട് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. ആ ബിന്ദുവിന്റെ മാത്രം വരുമാനം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോയത്. അവിടെയാണ് നേരത്തെ ചാണ്ടി ഉമ്മൻ പറഞ്ഞതുപോലെ സർക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ആ കുടുംബത്തിന് അർഹമായിട്ടുള്ളൊരു നഷ്ടപരിഹാര പാക്കേജും ആ കുടുംബത്തിനൊരു ജോലിയും ആവശ്യമാണ്. അക്കാര്യം കൂടി നമ്മളിപ്പോൾ പറയുന്നതിൻ്റെ കാരണം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ അത് പെടണമെന്നാണ്.